എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ ഈ ഭേദഗതി നിയമം ഇത്തവണത്തെ എന്തായാലും നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരുന്നില്ല. ഇന്ന് അത് പാസ്സാക്കിയിട്ടില്ല എന്തായാലും മന്ത്രിസഭാ യോഗം. നമുക്ക് ഈ വയനാട്ടിലേക്ക് പോകാം. അവിടെ കടുവാ ഭീഷണിയാണ്. കടുവാ ഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിൽ വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 8, 9, 11 വാർഡുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. കടുവയ്ക്ക് വേണ്ടി തൂപ്രയിൽ വനംവകുപ്പ് പുതിയൊരു കൂട് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. വയനാട് നിന്ന് ഇംതിയാസ് കരീം നമുക്കൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇന്ന് രാവിലെ കടുവയെ സ്പോട്ട് ചെയ്തിരുന്നു. തെർമൽ സ്കാനിംഗ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് മേഖലയിലാണ് കടുവയുള്ളതെന്നാണ് വിശ്വസിക്കുന്നത്? അധിക ദൂരം പോകാനുള്ളൊരു സാധ്യതയില്ലല്ലോ, കാരണം ഇപ്പോഴും കെട്ടിയിടുന്ന വളർത്തുമൃഗങ്ങളെയാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവശനാണ് കടുവ എന്നുള്ളൊരു വിലയിരുത്തലല്ലേ ഉള്ളത്? ആര്യാൻ ജയലക്ഷ്മി, തീർച്ചയായിട്ടും അതായത് 13 വയസ്സുള്ള ആൺകടുവയാണ്. തീർച്ചയായിട്ടും അവശനാണ്. അതായത് കാട്ടിൽ തന്നെ ഇത്തരത്തിൽ വേട്ടയാടി മൃഗങ്ങളെ പിടിച്ച് തിന്നാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ 13 വയസ്സുള്ള ഈ ആൺകടുവ ഇങ്ങോട്ടേക്ക് എത്തി ഈ ആടുകളെ അടക്കം ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയെന്നാണ് നേരത്തെ തന്നെ വനം വകുപ്പ് ഇതിൽ പറഞ്ഞിരുന്നത്. ഇതിലിപ്പോൾ ഇന്നലെ രാത്രി 11:30 കൂടി തൂപ്രയിലെ ചന്ദ്രൻ എന്നയാളുടെ മുട്ടനാടിനെ ഇത്തരത്തിൽ കടുവ ആക്രമിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ കേന്ദ്രീകരിച്ച് തന്നെയാണ്, അതായത് തൂപ്ര കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്ന് പ്രധാനമായിട്ടും നിരീക്ഷണം നടത്തുന്നത്. അവിടെ ഈ കടിച്ചു കൊന്ന ആടിനെ തന്നെ ഇരയാക്കിക്കൊണ്ട് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന കൂടുകളെല്ലാം സ്ഥാപിച്ചിരുന്നു. അതിലെല്ലാം റീ അറേഞ്ച്മെന്റ് നടത്തി ഒരു പുതിയ കൂട് തൂപ്രയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കടിച്ചു കൊന്ന മുട്ടനാടിനെ തന്നെയാണ് നേരത്തെയൊക്കെ ചെയ്തതുപോലെ ഇരയാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ന് വനപാലക സംഘം ഈ കടുവ ഇര തേടി വീണ്ടും വരികയാണ്. കാരണം കഴിഞ്ഞ ദിവസമൊന്നും ഈ ആടിനെ കടിച്ചിട്ടു എന്നല്ലാതെ ഭക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് കടുവ രാത്രി എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ പിടികൂടാൻ സാധിക്കുമെന്ന ഒരു കോൺഫിഡൻസ് ആണ് വനപാലകരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് പ്രധാനമായിട്ടും ഈ പുൽപ്പള്ളി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ആടിക്കൊല്ലി എന്ന പ്രദേശത്ത് 2 തവണയായിട്ട് ഇത്തരത്തിൽ ഈ ആടിനെ കടിച്ചു കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതോടെ തന്നെ ഈ പുൽപ്പള്ളി പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലുള്ളവരും ഒരു ഭയത്തോടെയാണ് കഴിയുന്നത്. ഇന്ന് ഇവിടെ ഇന്ന് രാവിലെ കടുവയെ കണ്ടു എന്ന് ഒരു പീറ്റർ എന്നൊരാൾ പറഞ്ഞിരുന്നു. ആ സ്ഥലത്തെ സ്കൂൾ ഇന്ന് പ്രവർത്തിച്ചിട്ടില്ല. അവിടേക്ക് എത്തിയ കുട്ടികളെയെല്ലാം ഇവിടുത്തെ അധ്യാപകർ ചേർന്ന് മാനേജ്മെന്റ് ചേർന്ന് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ തരത്തിലൊരു ഭീതി ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ആ തരത്തിൽ ആശങ്കയുമുണ്ട്. അത് വനപാലകരോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇന്ന് DFOയുടെ നേതൃത്വത്തിലൊക്കെയുള്ള ഒരു യോഗവും ചേർന്ന് എന്തായാലും ഇനി ഉടനെ തന്നെ ഈ RRT സംഘം ഡ്രോൺ നിരീക്ഷണം അടക്കം ആ രീതിയിലെല്ലാം തന്നെ വിലയിരുത്തൽ നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത്. പക്ഷെ അവശനായ കടുവയാണ്, അതുകൊണ്ട് ഏറെ ശ്രദ്ധ വേണ്ടതുണ്ട്. പക്ഷെ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. അവർക്ക് അവരുടെ കുട്ടികളെ പോലും സ്കൂളിൽ പോലും വിടാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ 3 വാർഡുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്.